ഇതിൽ വെള്ളാപ്പള്ളി നടേശനേക്കാളും രൂക്ഷമായിട്ട് വിമർശിക്കേണ്ടുന്നത് അല്ലെങ്കിൽ എതിർക്കേണ്ടത് ഇടതുപക്ഷത്തെയാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പ്രത്യേകിച്ചും CPIM-നെയാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ദിവസം ഈ ചോദ്യത്തിന് ഞാൻ കാറിൽ കയറ്റം വന്നപ്പോൾ എന്താ കുഴപ്പം? ബിനോയ് വിശ്വം പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ, ബിനോയ് വിശ്വമാണെങ്കിൽ കാറിൽ കയറ്റില്ലായിരുന്നു, അത് അദ്ദേഹം വേറെ ആളാണ്, ഞാൻ വേറെ ആളാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ കാറിൽ കയറ്റും എന്ന നിലപാട് അദ്ദേഹം പറഞ്ഞു. എന്താ നമുക്ക് കുഴപ്പം? പിണറായി വിജയൻ ഒരു വ്യക്തിയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വെള്ളാപ്പള്ളി നടേശനോട് ഈ പറയുന്ന പോലെ 89 വയസ്സുള്ള മനുഷ്യനാണ്, ഒരുപാട് കാലമായിട്ട് നേർക്കുനേർ പരിചയമുണ്ടാകും. അതുകൊണ്ട് ഇദ്ദേഹത്തിന് നല്ല രണ്ടുപേർക്കും പരസ്പര ആദരവുണ്ടാകും. വ്യക്തിപരമായിട്ട് വരും, എൻ്റെ കാറിലിരിക്കൂ, ഞാൻ അങ്ങോട്ടേക്ക് ആക്കാം എന്ന് പറയുന്നതിലൊന്നും യാതൊരു തടസ്സമില്ല. പക്ഷേ പിണറായി വിജയനെ കേരളം കാണുന്നത് എന്താണ്? കേരള സംസ്ഥാനം പോലെ ഒരു സെക്യുലറായ ഇടത്തിൻ്റെ ഭരണാധികാരി എന്ന ഒരു ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട്, എന്നൊരു സിംബോളിക് ഇമേജ് അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹം പിണറായി വിജയൻ എന്ന വ്യക്തി മാത്രമല്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം, അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് അറിയാം. പിണറായി വിജയൻ എന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ, സെക്യുലർ കേരളത്തിൻ്റെ, CPIM എന്ന മതേതരത്വം വളരെ ശക്തിയായിട്ട് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ബിംബമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കാറിലേക്ക് കയറുമ്പോൾ അത് മുഖ്യമന്ത്രി എന്ന, ഇവിടെ ഈ സെക്യുലർ കേരളം സെലക്ട് ചെയ്ത് മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കാറിലേക്ക് തൊട്ട് തലയാഴ്ച മഹാനിന്ദ്യമായിട്ടുള്ള വിധത്തിൽ മുസ്ലിങ്ങളെ അധിക്ഷേപിച്ച വെള്ളാപ്പള്ളി നടേശൻ കയറിയിരിക്കുന്നതിൽ പ്രശ്നമുണ്ട്, പിശകുണ്ട്. അദ്ദേഹം വ്യക്തിപരമായിട്ട് എല്ലാ ആടയാഭരണങ്ങളും അഴിച്ചു കളഞ്ഞിട്ട് ഞാൻ പിണറായി വിജയൻ എന്നൊരു സാധാരണ വ്യക്തിയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ പറഞ്ഞാലൊന്നും തീർന്നതല്ലോ അദ്ദേഹത്തിനുള്ള ഉത്തരവാദിത്തം, എന്ന് പറഞ്ഞിട്ട് ഇരുത്തിയാൽ പോലും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കെ അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇതിപ്പോൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് ബലമായൊരു സംശയമുള്ളത് MP ഗോവിന്ദൻ മാസ്റ്ററും പിണറായി വിജയനും CPM ആകെ തന്നെയും ഇയാൾ പരമാവധി അങ്ങോട്ട് അഴുകട്ടെ എന്ന മട്ടിൽ ഒരു നിലപാടെടുത്തിരിക്കുകയാണോ എന്ന സംശയം എനിക്കുണ്ട്. ഇയാൾ പരമാവധി മോശമായിട്ടും ബോറായിട്ടും വർത്തമാനം പറഞ്ഞ് അങ്ങനെ പോകട്ടെ എന്ന് കരുതിയിട്ടാണോ തിരുത്താൻ ഉത്തരവാദിത്തമുള്ള ആളുകൾ തിരുത്താത്തതെന്ന സംശയം എനിക്കുണ്ട്.